नमस्ते बच्चों, आप सब अपने घर में ठीक है ना। तो घर में ही रहना, बाहर मत जाना। अगर बाहर जाना तो मास्क और ग्लव्स पहन कर ही जाना। ओके, नाउ वी विल गो टू अवर न्यू लेसन। वो हमने कुछ पढ़ा था, क्या था उसका नाम, क्या था मालूम है क्या है? एक था राम। कुछ पिछले कक्षा में हम कुछ उसके बारे में पढ़ा था। क्या था पढ़ा था, क्या पढ़ा था आपका मालूम है? नहीं तो याद करो क्या क्या हमने पढ़ा। हमने राम नामक एक लड़के के बारे में पढ़ा। कहानी के शुरू होने तक हमने ये देखा कि वो अपने कमरे में बैठा है, अपने कमरे में अकेले बैठे हैं और उसके माँ और बहन उसके काम कर रहे थे। तब उसके पिता 4 बजे दफ्तर से वापस आते हैं। वापस आते ही वे राम के कमरे में जागते हैं और उससे कुछ पूछते हैं। उसके बाद क्या करते हैं, बाहर चले जाते हैं। उस पिता ने उसे पूछे समय वो चुप रहता है और लगता है कि वो अपने गणित अध्यापक, राम के गणित अध्यापक को क्षमा मांगने के लिए चले जाते हैं। അപ്പോൾ തോന്നുന്ന ഇതാണ്, രാമൻ്റെ അച്ഛൻ കാണുന്ന എന്താണ്, രാമൻ ഒരു മുറിയിലിരിക്കുന്നു. രാമൻ്റെ അമ്മയും സഹോദരിയും ഉണ്ട്, അവരെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്താണ് ആര് വരുന്നത്, രാമൻ്റെ അച്ഛൻ ജോലി കഴിഞ്ഞ് വരുന്നത്. 6 മണിക്ക് വരുന്നു. അദ്ദേഹം വന്നിട്ട് നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത്, രാമൻ്റെ റൂമിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് രാമനോട് എന്തോ ചോദിക്കുന്നു. രാമനൊന്നും മിണ്ടുന്നില്ല. അച്ഛൻ നേരെ ഇറങ്ങിപ്പോകുന്നു. തോന്നുന്നു രവിശങ്കർ എന്ന് പറഞ്ഞ ആളോട് ക്ഷമ ചോദിക്കാൻ പോവുകയാണ്. പിന്നെ അതിനെക്കുറിച്ചാണ് പറയുന്നത്. രാം കെ സ്കൂൾ കെ ഗണിതാധ്യാപക थे രവിശങ്കർ. രാമൻ്റെ സ്കൂളിലെ ഗണിതാധ്യാപകനാണ് രവിശങ്കർ. ആജ് സുബ, ഇന്ന് രാവിലെ രാമിനെ ഗണിത പരീക്ഷാമേ നക്കൽ की. എന്ത് ചെയ്തു, ഗണിത പരീക്ഷയിൽ കോപ്പി അടിച്ചു. ये उसका टीचर देख लिया और उसे पकड़ लिया. ഇത് ആ ടീച്ചർ കാണുകയും അവനെ പിടിക്കുകയും ചെയ്തു. ഉസ് വക്ത് രാം ने उसे चिढ़ाया. എന്ത് ചെയ്തു, അയാളുമായിട്ട് ഉടക്കി, വഴക്കിട്ടു. എന്നിട്ട് ടീച്ചറിനോട് ചോദിക്കുകയാണ്, ആപ്കാ കൈസെ ഹിമ്മത്ത് ഹുയി മിസ്റ്റേ ഏസെ പകഡ്നെ കെ ലിയെ. താങ്കൾക്ക് എന്ത് ധൈര്യം വന്നു എന്നെ ഇങ്ങനെ പിടിക്കാൻ? ഉസ്കാ പരിണാം അച്ഛാ നഹി ഹോഗ. ഇതിൻ്റെ പരിണാമം എന്ന് പറയുന്നത് നല്ലതല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇത് അച്ഛൻ എങ്ങനെയോ അറിഞ്ഞു. വോ വാപ്പസ് ആത്തെ വക്ത് കുച്ച് ഓർ ഉസ്നെ ഇസെ ഇസ്കെ ബാരെ മേ കാ ദിയ. ആരോ അദ്ദേഹത്തിനോട് ഇത് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് അച്ഛൻ വന്നത് ആരോട് ചോദിക്കുന്നത്, രാമനോട് ചോദിക്കുന്നത്. രാമനൊന്നും മിണ്ടിയില്ല, മിണ്ടാതിരിക്കുകയാണ്. അച്ഛനപ്പം ദേഷ്യപ്പെട്ടു. അപ്പം രാമൻ അറിയില്ലായിരുന്നു അച്ഛനും ഈ ടീച്ചറും തമ്മിൽ പരിചയമുണ്ടായെന്ന്. മാത്രമല്ല ആരെങ്കിലും അച്ഛനോട് ഇത് പറഞ്ഞു കൊടുക്കുമെന്നും രാമൻ വിചാരിച്ചില്ല. കാരണം അച്ഛൻ അത്ര അറിയപ്പെടുന്ന ഒരു വലിയ ആളൊന്നും ആയിരുന്നില്ല, എങ്കിലും നല്ലൊരു വ്യക്തിയായിരുന്നു. അതുവരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. തോ ആകെ ചലത്തെ ഹെ. പിന്നെയും നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞത്, ഒരു കുട്ടിയെ അപ്പം ഇവൻ പരീക്ഷാ സമയത്ത് ഒരു മറ്റുള്ള ആരോ പറഞ്ഞിട്ട് ഒരു പേപ്പർ എടുത്ത് എഴുതി. ആ പേപ്പർ കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അധ്യാപകൻ അവിടെ വരുന്നു. ആ ചീട്ട് കയ്യിൽ നിന്ന് മേടിക്കുന്നു, കീറിക്കളയുന്നു. പക്ഷേ ആ അധ്യാപകൻ അതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്തില്ല. എന്തെന്നാൽ ഒരു കുട്ടി കോപ്പി അടിച്ചു എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്താൽ അവനെതിരെ കുറച്ച് ഫോം പൂരിപ്പിച്ച് അതുപരമായിട്ട് കുറേ നടപടികളെടുക്കും. ആ നടപടികൾ എടുക്കുന്നതനുസരിച്ച് അവൻ്റെ 1 വർഷം നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. എന്തായാലും രവിശങ്കർ അങ്ങനെ ചെയ്തില്ല. കാരണം ഈ കുറച്ച് നാളുകൊണ്ടാണ് രാമൻ ഇങ്ങനെയായി മാറിയത്. കുറച്ച് നാളുകൊണ്ടുള്ള കൂട്ടുകെട്ടാണ് രാമനെ ഈ ചീത്ത രീതിയിലേക്ക് കൊണ്ടുപോയത്. അതറിയാവുന്നത് കൊണ്ട് തന്നെ ഈ ഗണിതാധ്യാപകൻ അതിന് മുതിർന്നില്ല. तुम्हें शर्म आनी, पेज नंबर 80. तुम्हें शर्म आनी चाहिए अपने व्यवहार पर. मुझे नहीं मालूम था कि तुम ऐसे हो. दुखी होकर राम के पिता बोले और तेजी से करके बाहर निकल गए. എനിക്കറിയില്ലായിരുന്നു നീ ഇങ്ങനൊരു കുട്ടിയായിരുന്നെന്ന്. ഇത്രയും പറഞ്ഞ് വിഷമിച്ച അച്ഛൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോയി. ഉൻകെ ചലേ ജാനെ കെ ബാദ് മാനെ ലാഖ് പൂച്ച.
അച്ഛൻ പോയതിന് ശേഷം അമ്മ ഒരു ലക്ഷക്കണക്കിന് പ്രാവശ്യം അവനോട് ചോദിച്ചു. पर राम ने कुछ नहीं बताया. राम कुछ नहीं बताया, ഒന്നും തന്നെ പറഞ്ഞില്ല. ഹാർക്കർ ഉസ്കി മാം റസോയി കർമ്മേ ചലേ ഗയി. ഇവനൊന്നും പറയാത്തത് കൊണ്ട് തന്നെ അമ്മ എന്ത് ചെയ്തു? അവർ കിച്ചണിലേക്ക് പോവുകയും ചെയ്തു. ബഹൻ ചോട്ടി തീ, പെങ്ങൾ ചെറുതായിരുന്നു. വഹ് പൂച്ഛത്തി ഭി ക്യാ, അതുകൊണ്ട് തന്നെ അവൾക്കൊന്നും ചോദിക്കാനും ഇല്ലായിരുന്നു. അബ് രാം അപ്നെ കമരെ മേ അക്കേലാ था और मन ही मन खुद रहा. उसके आश्चर्य हो रहा था कि उसके मुंह से ऐसी बातें कैसे निकली. उल्टा चोर कोतवाल का डांटे. अध्यापक जी सही काम कर रहे थे और वह कह रहा था कि गलत काम कर रहे हैं. अब अकेले रहने पर राम को पश्चाताप हुआ. वो ऐसे सोचने लगा, ऐसे मेरे मुंह से ये बात कैसे आई? എങ്ങനെയാണ് എൻ്റെ വായിൽ നിന്ന് ഈ വാക്ക് വന്നത്? मैंने तो गलत कर दिया था, ഞാൻ തെറ്റാണ് ചെയ്തത്. तो ऐसा हुआ, എങ്ങനെ വന്നു? ഉൾട്ടാ ചോർ കോത്തുവാൽ കോ ഠാണ്ടേ. ചോർ മീൻസ് കള്ളൻ, കോത്തുവാൽ എന്ന് പറയുന്ന പോലീസുകാരൻ, ഡാഡ്ന വഴക്ക് പറയാം. അപ്പം കള്ളൻ പോലീസുകാരനെ വഴക്ക് പറയുന്നതിന് തുല്യമായി ഇത് മാറി. തെറ്റ് ചെയ്തവൻ എന്ത് ചെയ്തു? തെറ്റ് ചെയ്യാത്തവനെ വഴക്ക് പറയും. ഞാൻ ചെയ്ത തെറ്റാണ്, എന്നിട്ടും ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ എൻ്റെ അധ്യാപകൻ്റെ നേരെ ഞാൻ ചാടുകയാണ് ചെയ്തത്. യഹി സബ് സോച്ച്കർ ഉസേ ദുഃഖ് ഹോ രഹാ ഥാ. ഇതെല്ലാം കേട്ടുകൊണ്ട് എനിക്ക് വളരെയധികം സങ്കടം വന്നു. राम अपने मन में बहुत अधिक खुद रहा था. वह अत्यंत दुखी हो रहा था. एक ऐसे अध्यापक का अपमान करके जिनका विद्यालय में सभी सम्मान करते. പിന്നെയോ ഞാൻ ചെയ്തത് വളരെ ഒരു തെറ്റാണ്. स्कूल में सब लोग इस अध्यापक का आदर करते हैं. उल्टा मैंने क्या किया? मैंने गलत किया और उसका अपमान भी किया. ऐसे मुझसे कैसे हो गया? राम सोच रहा था, मैंने अपने अध्यापक का अपमान किया. उन्होंने नकल वाली पर्च अवश्य ली, किंतु मुझे निष्कासित होने से बचाया. यदि वे चाहते तो फॉर्म भरवा लेते और तब मेरा 1 साल बर्बाद हो. ഞാൻ തെറ്റ് ചെയ്തു. उसने मुझे पकड़ा, लेकिन उसने मेरे पर्ची को क्या किया? फाड़ कर फेंक दिया. उसने मुझे बचा लिया. किससे? निष्कासित करने से, मेरे 1 वर्ष छूट जाने से, बर्बाद होने से मुझे बचा लिया. फिर भी मैंने उस अध्यापक का अपमान किया. എന്താണ്? എന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുന്നതിൽ നിന്നും, എൻ്റെ 1 വർഷം കളയുന്നതിൽ നിന്നും എൻ്റെ അധ്യാപകൻ എന്നെ രക്ഷിച്ചു. പക്ഷെ ഞാൻ എന്താ ചെയ്തത്? ഞാൻ അദ്ദേഹത്തിനോട് തെറ്റാണ് ചെയ്തത്. സ്വാർത്ഥമേ ആദ്മി അപ്പന വിവേക് ഹോ ദേതാ ഹെ. സ്വാർത്ഥത മൂലം മനുഷ്യൻ എന്ത് ചെയ്യുന്നു? തൻ്റെ വിവേകത്തെ തന്നെ ഇല്ലാതാക്കുന്നു. उस समय उसे उचित अनुचित का ज्ञान नहीं रह जाता. राम के साथ भी यही हुआ. अब एकांत में वह से ही सोच रहा था कि अपने गुरु का अपमान करते समय वह अपना विवेक खो बैठा, जबकि वे अपना कर्तव्य पूरा कर रहे थे. ഇപ്പം രാമൻ ഒറ്റയ്ക്കിരുന്നപ്പോൾ ചിന്തിക്കുന്ന ഇതാണ്, എൻ്റെ വിവേകം ആ ഒരു സമയത്ത്, സ്വാർത്ഥതയുടെ സമയത്ത് എൻ്റെ വിവേകം തന്നെ എനിക്ക് നഷ്ടമായി. ഞാൻ എൻ്റെ അധ്യാപകനെ അപമാനിക്കുകയാണ് ചെയ്തത്. ഏത് സമയത്ത്? അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത്. എന്നെക്കൊണ്ട് അതിന് എങ്ങനെ സാധിച്ചു? ഇതൊക്കെ അവനിങ്ങനെ സ്വയം ഇങ്ങനെ ആലോചിച്ചു കൊണ്ടേ ഇരുന്നു. 20 दिन पहले की बात है. 20 ദിവസം മുന്നേയുള്ള കാര്യമാണ്. राम को याद आया, उन्हीं अध्यापक ने कहा था, राम अपनी तैयारी अच्छी रखना, तुम्हें अच्छी श्रेणी लानी है. यदि गणित में कुछ पूछना हो तो घर आकर पूछ लेना, संकोच मत करना. 20 ദിവസം മുന്നേയുള്ള കാര്യം ഇതാണ്. ഈ അധ്യാപകൻ രാമനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, രാം അച്ചി തര പഠന, നീ നന്നായിട്ട് പഠിക്കണം. എന്തെങ്കിലും സന്ദേഹമുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ നീ എന്നോട് ചോദിക്കുക, അല്ലെ എൻ്റെ വീട്ടിൽ വരാൻ. അദ്ദേഹം അവനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. നീ പ്രഥമാണ്, അച്ചയ ശ്രേണിമേ, നല്ല റാങ്ക് മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു അധ്യാപകനായിരുന്നു ഇത്. लेकिन राम तो सब भूल गया. कुसंगति ने सब कुछ भुला दिया. ये कुसंगति थी भानुशंकर, त्रिभुवन और मोहन की. ये तीनों वे विद्यार्थी थे जिन्हें पढ़ने लिखने से कुछ मतलब ही न था. घर से संपन्न थे, नौकरी करनी नहीं थी, इसलिए यह भी चिंता नहीं थी कि मेहनत से पढ़े. अपनी अपनी कार में पढ़ते आते थे, नौकर साथ में आता था और विद्यालय में भी कोई न कोई शरारत करते रहते.
धनी होने के कारण प्रधानाचार्य भी उनके घर वालों से थोड़ा दबते थे और कुछ अध्यापक भी। प्रधानाचार्य के दबने का कारण तो एक था कि जब विद्यालय की इमारत बन रही थी तो इनमें से 2 लड़कों के दादाजी ने विद्यालय को काफ़ी धन दिया था। वास्तव में वे अच्छे लोग थे। इन भानुशंकर त्रिभुवन मोहन की तरह बुरे विचार वाले नहीं थे। राम हम एक कहते हैं ये सब कुछ भूल गया। इसका कारण उसका कुसंगति था। इस कुसंगति का 3 मेंबर्स थे। वो थे भानुशंकर, त्रिभुवन और मोहन। कौन कौन? भानुशंकर, त्रिभुवन, मोहन। इन 3 बच्चों के कारण राम भी कुसंगति में फट गए। वो धनी थे, नौकरन को साथ आते थे और संपन्न होने के कारण वो कुछ शरारत भी स्कूल में करते थे, अध्यापकों को अपमान करते थे। लेकिन प्रधान आचार्य और दूसरे कुछ अध्यापक एक कुछ नहीं समझाते थे या समझाते थे या होने के कारण उनके धन वाले थोड़ा सा दबते और कुछ अध्यापक दबने का कारण तो यह था कि विद्यालय की इमारत कुछ अध्यापक और ये प्रधान आचार्य भी उससे दबते थे। प्रधान आचार्य दबने का कारण यह देखिए, वो कहते हैं एक स्कूल का बिल्डिंग बनाने वक्त उसके दादाजी बहुत सारे पैसा उसमें दे दिया। രണ്ട് പിള്ളേരുടെ അപ്പൂപ്പന്മാർ സ്കൂൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സഹായിച്ചു. അതുകൊണ്ട് തന്നെ ഈ പ്രധാനാചാര്യനും കുറച്ച് അധ്യാപകന്മാരും ഇത് കണ്ടാൽ കണ്ടില്ല എന്ന് നടിക്കുമായിരുന്നു. പക്ഷേ ആ അപ്പൂപ്പന്മാർ നല്ല ആൾക്കാരായിരുന്നു. പക്ഷേ ഇവർ 3 പേരോ മഹാ കുരുത്തക്കേടായിരുന്നു, കൊള്ളാത്ത കുട്ടികളും ആയിരുന്നു. करीब 1 घंटा बीत गया. माँ फिर आई. चलो खाना खा लो, जो हुआ सो हुआ. तुमने गलती की, तुमने अपने अध्यापक का अपमान नहीं करना चाहिए था. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അമ്മ വന്നു, കഴിക്കാൻ പറഞ്ഞു. നീ ചെയ്ത തെറ്റാണ്, നീ അധ്യാപകനെ അപമാനിച്ചു, ഇതൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു, നീ വരാനൊക്കെ പറഞ്ഞ് വിളിച്ചു. മാ ഖാനാ നഹീ ഖാഊംഗാ, मैं खाना नहीं खाऊंगा. राम रो पड़ा. मैंने सचमुच बड़ी गलती की है. मैंने अध्यापक का अपमान किया है. मैं किसी को मुंह दिखाने लायक भी नहीं रहा. मैंने कितनी बड़ी गलती की है. ഇപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്? ഇപ്പം അമ്മ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും രാമന് സങ്കടമായി. പശ്ചാത്താപ होने लगा. उसने क्या किया? रोने लगा. मैंने बहुत बड़ा അപരാധ് കിയാ ഹെ. ഞാൻ വളരെ വലിയ അപരാധമാണ് ചെയ്തത്, അങ്ങനെ ചെയ്യുവാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് കരയുവാൻ തുടങ്ങി. राम फूट फूट कर रोए जा रहा था. ഏങ്ങലടിച്ച് കരയുവാൻ തുടങ്ങി. बेटे को रोता देखकर माँ भी रो पड़ी. बहन की आंखों में भी आंसू आ गए. അവൻ കരയാൻ തുടങ്ങി കണ്ടപ്പോൾ അമ്മയ്ക്കും അതുപോലെ തന്നെ സഹോദരിക്കും അവനോട് കരച്ചിൽ കണ്ട സങ്കടം വന്നു. अब तक राम के पिता भी आ चुके थे. वे जैसे ही कमरे में अंदर आए, राम और ज़ोर से बिलख उड़ा. पिताजी मुझे माफ़ कर दीजिए, मुझसे सचमुच भारी गलती हो गई. बेटे को रोता देखकर पिता का मन भी भर गया था. बेटे की आंख में से निकले ये आंसू पश्चाताप के आंसू थे. ये दुख के सच्चे आंसू थे. अंगने बट हैपन, राम के पिताजी ने वापस आ गया. राम उसे देखकर राम के पिताजी ने उसके कमरे में आ गया. लेकिन इस वक्त पिताजी को देखकर उसने क्या किया? उसने रोना शुरू किया. उसने माफ़ी मांग दिया. बेटे के एक रोना देखकर उसे मालूम हुआ कि उसे पश्चाताप का आंसू है. അവൻ്റെ പശ്ചാത്താപത്തിൻ്റെ കരച്ചിലാണ് ഇതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു. रोवो मत, पिता ने दुखी होते हुए समझाया. कल तुम अपने अध्यापक के पास जाना, उनसे माफ़ी मांग लेना, वे तुम्हें माफ़ कर देंगे. मैं उन्हीं के पास गया था. നീ കരയൊന്നും വേണ്ട. നാളെ നീ എന്ത് ചെയ്യുക? അധ്യാപകൻ്റെ അടുത്ത് പോവുക, അദ്ദേഹത്തിനോട് ക്ഷമ ചോദിക്കുക. ഞാനിപ്പോൾ നിൻ്റെ അധ്യാപകൻ്റെ അടുത്ത് നിന്നാണ് വരുന്നത്, തീർച്ചയായും അദ്ദേഹം നിന്നോട് ക്ഷമിക്കും. राम उड़ा. सबको कहने पर हाथ मुँह धोया. सबने मिलकर खाना खाया. अब उसका मन कुछ हल्का हो गया. पूरी तरह तो उसका मन कल हल्का होगा जब सवेरे जाकर वह अपने अध्यापक से माफ़ी मांगेगा. उसे उसके अध्यापक माफ़ी भी कर देंगे, क्योंकि वह जानता था कि उसके अध्यापक बहुत अच्छे हैं. राम ने अपने अध्यापक से माफ़ी मांगने के निश्चय के साथ ही यह भी निश्चय कर लिया कि वह भानुशंकर, त्रिभुवन और मोहन जैसे साथियों को छोड़ देगा, जिनके कारण उसके स्वभाव में दोष आ गया.
अब वह मेहनत से पढ़ेगा और अच्छे साथियों के साथ रहेगा. पिटेन्न തന്നെ എന്ത് പറ്റി? उसने उसके साथ जाने का निर्णय किया. उसने अध्यापक के पास जाने का निश्चय किया, उसके माफ़ी मांगने का भी निश्चय किया और ये भी दृढ़ निश्चय किया कि अब कभी भी कुसंगति में नहीं जाऊंगा. उसको अपना गलती मालूम हुआ है तो उसने क्या किया, एक दृढ़ निश्चय लिया कि कल ज़रूर रविशंकर जी के पास जाऊंगा और उसे माफ़ी मांग लूँगा. ऐसे अपने मन को हल्का, उसे विश्वास है कि उसका गणिताध्यापक बहुत अच्छे हैं, इसलिए उसे माफ़ी दे देंगे. और त्रिभुवन और ഭാനുശങ്കർ और മോഹൻ के साथ छोड़ रहेंगे. അവരുടെ കൂട്ടുകെട്ടും അവസാനിപ്പിക്കുമെന്ന് തീരുമാനിച്ചു. അപ്പോൾ മക്കളെ, ഇതാണ് പറയുന്നത്, നമ്മളെപ്പോഴും നല്ല കൂട്ടുകെട്ടിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. ഒരിക്കലും നമ്മൾ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകുവാൻ പാടില്ല. ചീത്ത കൂട്ടുകെട്ട് നമ്മളെ ചീത്തതിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. എന്നും നല്ല കൂട്ടുകെട്ട്, നമ്മളൊരു കൂട്ടിനെ, ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ നന്നായി ആലോചിച്ചതിനു ശേഷം മാത്രമേ തിരഞ്ഞെടുക്കാവുള്ളൂ. അതുമാത്രമല്ല, അത് നമ്മുടെ മാതാപിതാക്കളോ ഗുരുക്കളോ പറയുന്നത് എന്തും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിയാനുള്ളൊരു കഴിവ് നമുക്ക് ഉണ്ടാവണം. അവർ വഴക്ക് പറയുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്, അല്ലാതെ ഒരിക്കലും നമ്മളോടുള്ള ദേഷ്യം കൊണ്ടല്ല. ഇതെല്ലാം എന്നും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ധന്യവാദ് ബച്ചേ.